ഹായ് ഗായ്സ്, +1 ഇംപ്രൂവ്മെന്റ് എക്സാം റിസൾട്ട് വന്ന സമയത്ത് ഒരുപാട് പേര് ഞങ്ങൾക്ക് മെസ്സേജ് ആയിട്ടും കോളായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. +1 ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതി കഴിഞ്ഞ് ആദ്യമുള്ളതിനേക്കാൾ മാർക്ക് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്ത ഫീസ് റിട്ടേൺ കിട്ടുമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചോദ്യത്തിന് ഉത്തരം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. എനിക്ക് സീനിയർ ആയിട്ടുള്ള എനിക്ക് പരിചയത്തിലുള്ള ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചു നോക്കി. അപ്പോൾ അവരും സത്യം പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പൈസ തിരിച്ചു കിട്ടുന്ന പരിപാടി ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഒരുപാട് മെസ്സേജസ് കുട്ടികളുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഫാക്ട് ചെക്കിങ് കൂടി ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ആണ് ഈ വീഡിയോയോട് കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീവാലുവേഷൻ്റെ കേസിൽ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ അതിനേക്കാൾ 10% കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അതിന് വേണ്ട എമൗണ്ട് തിരിച്ചു തരുന്നതായിരിക്കും. അതാണ് റീവാലുവേഷൻ്റെ കേസിലുള്ള ക്ലോസ്. എന്നാൽ ഇംപ്രൂവ്മെന്റ് എക്സാമിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു ക്ലോസ് ഇല്ല. ഇതാണ് ആക്ച്വലി ഫാക്ട്. അപ്പോൾ ഇംപ്രൂവ്മെന്റ് എക്സാമിന് നിങ്ങൾക്ക് എത്ര മാർക്കാണോ കൂടിയിട്ടുള്ളത് ഒന്നും കൺസിഡർ ചെയ്യില്ല. നിങ്ങൾക്ക് മാർക്ക് കൂടിയാലും ഇല്ലെങ്കിലും ഒക്കെ അങ്ങനെയുള്ളൊരു ഫീസ് നിങ്ങൾക്ക് ഒരു കാരണവശാലും തിരിച്ചു തരുന്നതല്ല. നിങ്ങൾക്ക് ആക്ച്വലി അവിടെ കിട്ടുന്ന റിവാർഡ് എന്താണ്? നിങ്ങളുടെ മാർക്ക് ഇംപ്രൂവ് ആയി എന്നുള്ളത് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവേണ്ട മൊമെന്റ്. മറ്റൊരു ഹാപ്പി ന്യൂസ് കൂടി ഞാൻ ഷെയർ ചെയ്യാം. ഇംപ്രൂവ്മെന്റ് എക്സാം റിസൾട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല കുട്ടികൾക്കും മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ പോലെ സയൻസ് സബ്ജക്റ്റുകളിൽ മാർക്ക് ഇംപ്രൂവ് ആയിട്ടുണ്ടാവും. അടുത്ത വർഷം അതായത് 2026 നീറ്റ് അല്ലെങ്കിൽ JEE എഴുതാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടാവും. അതായത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടാവും. അവർക്ക് വേണ്ടി ഒരു ഹാപ്പി ന്യൂസും കൂടി പറയാം. ഞങ്ങൾ സ്കോളർഷിപ്പ് ആദ്യമേ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ആ സ്കോളർഷിപ്പിൻ്റെ കേസിൽ +1 മാർക്ക് അടിസ്ഥാനത്തിൽ ഇങ്ങനെയായിരുന്നു സ്കോളർഷിപ്പിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി 240 കൊണ്ട് നിങ്ങൾക്ക് 100% കോഴ്സ് ഫീ ഫ്രീ ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പ് ഇംപ്രൂവ്മെന്റിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? തുടരുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾ വരെ മാത്രമേ ഇതുണ്ടാവുള്ളൂ. May 5th വരെയാണ് ഞങ്ങളിപ്പോൾ ലാസ്റ്റ് വെച്ചിരിക്കുന്ന ഡേറ്റ്. അപ്പോൾ May 5th അതിനുശേഷം ഒക്കെ ആയിട്ട് നമ്മൾ എന്തായിരിക്കും അതിനുശേഷമുള്ള വേറെ സ്കോളർഷിപ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇങ്ങനത്തെ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് അവെയിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വേഗം രജിസ്റ്റർ ചെയ്യുക. എങ്കിലേ നിങ്ങൾക്ക് എന്തുള്ളൂ? ഇപ്പോൾ +1 ഇംപ്രൂവ്മെന്റിന് ശേഷവും ഇതേ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് +1 മാർക്ക് ബേസ് ചെയ്തിട്ട് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ?